അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന കുറച്ച് പാട്ടുകാരുടെ അടുത്താണ്, കുറച്ച് മ്യൂസീഷ്യൻസിന്റെ അടുത്താണ്. നമുക്ക് അവരുടെ പാട്ടൊക്കെ ഒന്ന് കുറച്ചു നേരം ആസ്വദിക്കാം. വെണ്ണിലാവ് പോലെ മിന്നി നിന്നു നീ, കണ്ണിലായിരം കിനാക്കൾ തന്നു നീ, നിന്നെ നോക്കി നിന്ന നേരമത്രയും ഉള്ളിലമ്പു കൊണ്ട പോലെ നിന്നു ഞാൻ. വെണ്ണിലാവ് പോലെ മിന്നി നിന്നു നീ, കണ്ണിലായിരം കിനാക്കൾ തന്നു നീ, നിന്നെ നോക്കി നിന്ന നേരമത്രയും ഉള്ളിലമ്പു കൊണ്ട പോലെ നിന്നു ഞാൻ. ഇരവിലും പകലിലും നിൻമുഖം എൻ്റെ ഉള്ളിലായി വന്നിതാ, പതിവിലും മധുരമായി നിൻ സ്വരം എൻ്റെ കാതിലായി കേട്ടു ഞാൻ. നീ വരുന്ന വഴി കാത്തു നിന്നു ഞാൻ, നിന്റെ വാക്കിനായി കാത്തിരുന്നു ഞാൻ. ആരും കണ്ടിടാതെ എന്നിലായി നീ, മെല്ലെ എന്റെതെന്നു കാതിലോതുമോ. സൂപ്പർ 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 സൂപ്പർ, താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. എന്താ പേര്? നിഖിൽ. നിഖിൽ നിഖിൽ. മ്യൂസീഷ്യനാണോ പാട്ടുകാരനാണോ? എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ഒരു പടത്തിന് മ്യൂസിക് ചെയ്തായിരുന്നു. ഏത് പടത്തിന്റെ? കൂടുതലാ. അപ്പോൾ അതിലെ സോങ്ങാണ് ഇത്. ഇറങ്ങിയിട്ടില്ല, റിലീസ് ആവുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഓൺ എയറിലാവണം ഇതിലായിരിക്കും. എക്സ്ക്ലൂസീവ്. മ്യൂസിക് ഒക്കെ പഠിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയതൊക്കെ എപ്പോഴായിരുന്നു? പഠിച്ചിട്ടൊന്നുമില്ല, സെൽഫ് ടോട്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലൈക്ക് ഒരു കമ്പോസർ ഡുവോ അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു. സ്വന്തമായിട്ട് കുറച്ച് പാട്ടുകൾ എഴുതി കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഓൾ ഇന്ത്യ ട്രാവലൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളൂ. എവിടെ സ്ഥലമൊക്കെ എവിടെയാണ്? ഞാൻ ഇവിടെ ട്രിവാൻഡ്രം തന്നെ. എന്താ പേരെന്താ? എൻ്റെ പേര് അതുൽ എന്നാണ്. എത്ര നാളുകൊണ്ടുണ്ട്? ഞാനിപ്പം വയലിൻ സ്റ്റാർട്ട് ചെയ്തത് 5th സ്റ്റാൻഡേർഡ് തൊട്ടാണ്. കുറച്ച് വർഷമായി. ഇത് ഓൺ കമ്പോസിങ് അല്ലേ? ഞാൻ എഴുതി കമ്പോസ് ചെയ്തു. ഓക്കെ. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു വർക്ക്? ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യണ അങ്ങനെയാണ്. ഇനി നമ്മൾ ഒരുമിച്ചിപ്പം ഒരു ഡുവോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി വർക്കൊക്കെ ചെയ്യുന്ന ഒരുമിച്ചായിരിക്കും. ഇവിടാണോ ബേസിക്കലി ട്രിവാൻഡ്രം തന്നെ. ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, അതായത് എല്ലാവർക്കും IFFKയിലേക്ക് എത്താനും അല്ലെങ്കിൽ വരാനും പങ്കെടുക്കാനും ഒക്കെ എല്ലാവർക്കും ഓരോ കാരണങ്ങളാണ്. ചിലർക്ക് സൗഹൃദം, ചിലർക്ക് എന്താ സിനിമ, ചിലർക്ക് വൈബ്. അപ്പോൾ ബ്രോയുടെ ഒരു പേഴ്സണലി ബ്രോയ്ക്ക് എന്താണ് ഒരു ഇഷ്ടപ്പെട്ട കാര്യം IFFKയിലോ? ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ആർട്ടിസ്റ്റിക് ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പോസിറ്റിവിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു പാട്ട് വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തുനിന്നും ഈ ക്രൗഡ് കിട്ടണമെന്നില്ല. അവർക്ക് എല്ലാവർക്കും അത് കണക്റ്റ് ആവുന്നതുകൊണ്ടാണ്. ലൈക്ക് ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലിബറലായിരിക്കും അവരുടെ തോട്ട്സും കാര്യങ്ങളും എല്ലാം. പിന്നെ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പറ്റും. നേരത്തെ ഇവിടെ കുറേ ആർട്ടിസ്റ്റ്, ഇപ്പം നമുക്കൊക്കെ അവരെ കാണണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, ഒരു ജാടയില്ലാതെ അങ്ങനത്തെ ഒരു വൈബാണ്. എല്ലാവർക്കും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് IFFK എന്ന് പറയുന്നത്. എനിക്ക് മെയിനായിട്ട് വൈബാണ് ഇവിടുത്തെ ഒരു, നമ്മൾ എന്ത് വായിച്ചാലും സപ്പോർട്ടീവായിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. ഒരാളൂടെ ഇരിപ്പുണ്ടേ, ആളുടെ പേരും കൂടെ ആളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? സിദ്ധാർത്ഥയുടെ ആദ്യത്തെ IFFK എക്സ്പീരിയൻസ് ആണ് ഞാൻ അറിഞ്ഞല്ലോ. അതെ. എങ്ങനെയുണ്ട് മൊത്തത്തില്? കൊള്ളാം. ഞാൻ IFFKയിൽ വന്നത്, എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം, സിനിമയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ എങ്ങനെ
ഒബ്സർവ് ചെയ്യാം, സിനിമകൾ എങ്ങനെ വേറെ രീതിയിൽ കാണാമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല, റിഗ്രറ്റ് ഒന്നുമില്ല, അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അതെ, പിന്നെ 2-3 ദിവസം ടാഗോറിലൊക്കെ വന്നിരുന്നു. ഇന്ന് വെറുതെ ഗിത്താർ എടുത്ത് ഇവർ വന്ന് യാദൃശ്ചികമായിട്ട് കണ്ടുപിട്ടി. എന്താ IFFK വരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ IFFK ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ IFFK നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പല പല തരത്തിലുള്ള പല പല രീതിയിൽ ചിന്തിക്കണ പല പല ഇഷ്ടങ്ങളുള്ള ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ഇവിടുന്ന് പഠിക്കാം, ഒരുപാട് നമുക്ക് അറിയാം. പിന്നെ നല്ല രസമാണ്, നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. അപ്പം ഒരിക്കലും ഒരു വേസ്റ്റായിട്ട് തോന്നാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അതെ, സൗഹൃദങ്ങൾ ഉണ്ടാക്കാം, കൂട്ടുകൂടാം, പാട്ട് പാടാം, അടിപൊളിയാണ്. ഓക്കെ, എന്തായാലും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.